Hi friends, welcome back to the channel. I am Ranju from YK Sound Academy. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഒരു മോണിറ്റർ സ്പീക്കർ നോക്കാം. എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം ആഡം ഓഡിയോയുടെ T8V എന്ന് പറഞ്ഞ മോഡലാണ്. 8-inch സ്പീക്കറാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഫുൾ. നമ്മളൊരു പെയർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്പീക്കർ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം, ഇതിനുള്ളിൽ എന്തൊക്കെയുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു വാറണ്ടി കാർഡാണ്. ഈ ആഡം ഓഡിയോ സ്പീക്കറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് 5 years ആണ് വാറണ്ടി ഇതിന്. നോർമൽ സ്പീക്കേഴ്സൊക്കെ നോർമലി നമുക്ക് 3 years ഒക്കെ കിട്ടാറുള്ളൂ. ആഡം ഓഡിയോയുടെ 5 years ആണ്. നമ്മൾ 2 years ഇതിൻ്റെ നോർമൽ വാറണ്ടിയും നമ്മൾ 3 years ഇതിൻ്റെ ഓൺലൈൻ സൈറ്റിൽ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 5 years വാറണ്ടി എക്സ്റ്റെൻഡ് ആവും. അപ്പോൾ നമുക്ക് ടോട്ടൽ 5 years കിട്ടും. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ്, ഈ സ്പീക്കറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഗൈഡായിട്ട് ഇവർ തന്നിട്ടുണ്ട്. വാറണ്ടി കാർഡും അതുപോലെ സ്പീക്കറിൻ്റെ ഡീറ്റെയിൽസും ബാക്കി നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് ഒരു പവർ അഡാപ്റ്റർ ഇതിൻ്റെ കൂടെ ഉണ്ട്. നോർമൽ 3-pin അഡാപ്റ്ററാണ്. സ്ക്രീനിൽ കൊടുക്കുന്ന കേബിളാണ് 3-pin. കുഷനിങ്ങിന് വേണ്ടി കാർഡ്ബോർഡിൻ്റെ പീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മോണിറ്റർ. ഇത് നല്ല വെയിറ്റുള്ള സ്പീക്കർ. ഒരു 9.8 kgs ആണ് ഒരു സ്പീക്കറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഈ സ്പീക്കറിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ട്വീറ്ററാണ്. നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണാം. നോർമൽ കാണുന്ന ഒരു സ്പീക്കറിൻ്റെ ട്വീറ്റർ പോലെയല്ല ഇതിൻ്റെ ട്വീറ്റർ. ആഡം ഓഡിയോയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ഒരു ട്വീറ്ററാണ്. അത് നോർമൽ സ്പീക്കറിൽ വന്ന ഡോം ട്വീറ്റർ പോലെയല്ല. ഇത് റിബൺ ട്വീറ്ററാണ്. ഇതിനെ പറയുന്നത് UART റിബൺ ട്വീറ്റർ എന്നാണ് പറയുന്നത്. ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് നേരം ഈ സ്പീക്കർ കേട്ടാൽ നമുക്ക് ചെവിക്ക് ഒരു തളർച്ച അല്ലെങ്കിൽ ഫെറ്റീക്ക് തോന്നില്ല. അതാണ് ഇവരുടെ ഒരു ക്ലെയിം. ഇത് 1.9 inch ഒരു ട്വീറ്ററാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് 25 kHz വരെ ഇത് ഡ്രൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഒരു ട്വീറ്ററിനുണ്ട്. അതുപോലെ ഇതിൻ്റെ വൂഫർ എന്ന് പറയുന്നത് 8-inch വൂഫറാണ്. ഇതിൻ്റെ ലോ എൻഡ് നമുക്ക് ഒരു 33 Hz വരെ നമുക്ക് ഇതിൻ്റെ ലോ എൻഡ് നമുക്ക് ഈ ഒരു സ്പീക്കറിൽ നിന്ന് കിട്ടും. അപ്പോൾ അതുപോലെ ബൈ ആംപ് സ്പീക്കറാണ്. അതിനർത്ഥം നമുക്ക് ഈ ലോ ഫ്രീക്വൻസിക്ക് സെപ്പറേറ്റ് ആമ്പും അതുപോലെ ഈ ഹൈ ഫ്രീക്വൻസിക്ക് സെപ്പറേറ്റ് ആമ്പാണ്. ഇത് ടോട്ടൽ ഇതിൻ്റെ വോട്ടേജ് എന്ന് പറയുന്നത് 90 watts ആണ്. 70 wattsൻ്റെ വൂഫറും അതുപോലെ 20 wattsൻ്റെ നമുക്ക് ഹൈ ഫ്രീക്വൻസി ട്വീറ്റർ കിട്ടും. പിന്നെ ഇതിനൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന് ഈ വേവ് ഗൈഡാണ്. ഇതിനാണ് വേവ് ഗൈഡ് എന്ന് പറയുന്നത്. ഈ വേവ് ഗൈഡും ഈ ട്വീറ്ററായിട്ടും നല്ല പക്ക ഒരു കാലിബ്രേഷൻ ചെയ്തിട്ടാണ് ഇവർ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടി വിഡ്ത്തിൽ കിട്ടും. സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് നമ്മൾ 2 സ്പീക്കർ വെച്ച് കഴിഞ്ഞാൽ ആ 2 സ്പീക്കറിൻ്റെ സെൻറ്ററിൽ ഒരു 60 degree ആംഗിൾ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ആ ആംഗിളിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ആ സ്പീക്കറിൻ്റെ ഏറ്റവും ഹൈ ക്വാളിറ്റി സൗണ്ട് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വേവ് ഗൈഡ് കാരണം നമുക്ക് ആ ഒരു ആംഗിൾ കുറച്ചുകൂടി വിടുത്ത് നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു പൊസിഷനിൽ മാത്രം സ്റ്റക്ക് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ആ സ്റ്റീരിയോ വിഡ്ത്ത് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കമ്പനി പറയുന്നത്. നമുക്കിനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കാം എന്തൊക്കെയുള്ളത്. ഇതൊരു ബാക്ക് പോർട്ടഡ് ആണ്. ബാക്ക് പോർട്ടഡ് ബേസ് റിഫ്ലെക്സ് പോർട്ടാണ് ഇതിൻ്റെ. അതുപോലെ ഈ വൂഫറിൻ്റെ എയർ എന്ന് പറയുന്നത് ബാക്ക് സൈഡിൽ കൂടിയാണ് വരുന്നത്. HSIഡിനെ നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പോർട്ടും ബാക്ക് സൈഡിലാണ്. പിന്നെ നമുക്ക് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. പിന്നെ പവർ കേബിൾ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ. ഇതിന് നമുക്ക് 2 കണക്ഷൻസ് കൊടുക്കാൻ പറ്റും. ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് XLR കണക്ഷനും കൊടുക്കാം. അതുപോലെ അൺബാലൻസ്ഡ് ആയിട്ട് നമുക്ക് RCA കണക്ഷനും കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഉള്ള നോബ് എന്ന് പറയുന്നത് വോള്യൂം നോബാണ്. ഇത് ജസ്റ്റ് വോള്യൂം കൂട്ടാനും കുറയ്ക്കാനുള്ള നോബ്. പിന്നെ നമുക്ക് ലോ ഫ്രീക്വൻസി കട്ടിങ്ങിനും ബൂസ്റ്റിങ്ങിനും ഉള്ള ഒരു റൂം കറക്ഷന് വേണ്ടി നമുക്കിപ്പോൾ റൂമിൽ ഓൾറെഡി ലോ ഫ്രീക്വൻസി കുറച്ച് കൂടുതലാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്യാം, താഴേക്ക് ആക്കാം. ലോ ഫ്രീക്വൻസി കുറച്ച് കുറവാണെങ്കിൽ നമുക്കത് മേലോട്ട് ആക്കാം. അല്ലെങ്കിൽ 0 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള സൗണ്ട് കിട്ടും. പിന്നെ ഹൈ ഫ്രീക്വൻസിയുടെയും സെയിം കട്ടിങ്ങും ബൂസ്റ്റിങ്ങും ഉണ്ട്. ഇത് രണ്ടും ഷെൽഫ് ടൈപ്പ് EQs ആണ്. അപ്പം നമുക്ക് അതും അതിനടിയിലോട്ട് മൊത്തം കട്ടാവും, അല്ലെങ്കിൽ അതിനെ മേളിലോട്ട് അത് മൊത്തം ബൂസ്റ്റ് ചെയ്യും. അതിനാണ് ഷെൽഫ് എന്ന് പറയുന്നത്. അത് 2 dB -2 dBയുടെ റൂം കറക്ഷൻ്റെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. പിന്നെ ഇത് ഓൺ ആകുമ്പോൾ തന്നെ ഇവിടെ LED ലൈറ്റ്, ഒരു ഗ്രീൻ ലൈറ്റിൻ്റെ ഓപ്ഷൻ അവർ തന്നിട്ടുണ്ട്. വേറെ ഒന്നും ഇതിൻ്റെ ബാക്കിലില്ല. പിന്നെ ഈ ഒരു സ്പീക്കറിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 1 meter റേഞ്ചിൽ 118 dB ആണ്. അതെന്ന് വെച്ചാൽ 1 meter ഗ്യാപ്പിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ 118 dB വരെ ഇതിൻ്റെ ത്രൂ നമുക്ക് കിട്ടും. അത്ര ലൗഡായിട്ടുള്ള ഒരു സ്പീക്കറാണത്. പിന്നെ നമ്മൾ എത്ര കൂടുതൽ കേട്ടാലും ഇതിന് ഈ റിബൺ ട്വീറ്ററിൻ്റെ ഹൈലൈറ്റ് കാരണം നമുക്ക് ചെവിക്ക് ഫെറ്റിക് വരും. നോർമലി നമ്മളൊരു സ്പീക്കർ നമ്മൾ ഒരുപാട് നേരം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെവിക്ക് വളരെ ഒരു ഫെറ്റിക്നെസ്സും ടയർഡ്നെസ് വരും. ഈ ട്വീറ്റർ കാരണം നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വരില്ല.
ഈ ഒരു മോണിറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് 25 കിലോ ഹേർട്സ് മുതൽ ലോ ആൻഡ് 33 ഹേർട്സ് വരെയാണ് ഡ്രൈവറുടെ കപ്പാസിറ്റി. അതുപോലെ ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വളരെ ഫ്ലാറ്റ് ആണ്, ഒരു സ്ഥലത്തും കാര്യമായിട്ടുള്ള ബൂസ്റ്റും കട്ടിങ് ഇല്ല. അതുകൊണ്ട് മിക്സിങ്ങിനും മാസ്റ്ററിങ്ങിനൊക്കെ വളരെ പ്രിഫേർഡ് ആയിട്ടുള്ള സ്പീക്കറാണ്. പിന്നെ ഏറ്റവും കൂടുതൽ മിക്ക പ്രൊഫഷണൽ സ്റ്റുഡിയോസ് ഇത് യൂസ് ചെയ്യുന്ന സ്പീക്കർ കൂടിയാണ്, ഏറ്റവും കൂടുതൽ പ്രിഫേർഡ് ഒരു മോണിറ്റർ കൂടിയാണത്. അപ്പോൾ ഈ ആഡം ഓഡിയോയുടെ തന്നെ കുറച്ചുകൂടി ഹൈ എൻഡ് സീരീസ് ഉണ്ട്, എസ് സീരീസ് എന്ന് പറയും. ഇത് അതിന് ടി സീരീസ് ആണ്. അത്യാവശ്യം ഒരു മിഡിലും അതിന് ഹൈ ലെവലുള്ള ഒരു റേഞ്ചുള്ള സ്പീക്കറാണത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ഇപ്പോൾ തന്നെ ഈ ഒരു മോണിറ്ററിന് മിക്ക ഷോപ്സിൽ ഇത് സ്റ്റോക്ക് ഔട്ടാണ്. നിങ്ങളിപ്പോൾ ഓൺലൈൻ നോക്കിയാലും ഇത് ചാൻസ് വളരെ കുറവാണ് കിട്ടാൻ. കാരണം ഇത് ഏറ്റവും കൂടുതൽ പ്രിഫേർഡ് ഒരു മോഡലാണ്. ഇപ്പോൾ തന്നെ 6 to 7 months ഇതിന് വെയിറ്റിംഗ് പറയുന്നുണ്ട് മിക്ക ഷോപ്സ്. അപ്പോൾ നമ്മളിത് നമ്മുടെ പരിചയം വെച്ചിട്ട് നമ്മൾ ഒപ്പിച്ചെടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കാം. നമുക്ക് ചീപ്പായിട്ട് അല്ലെങ്കിൽ നമുക്ക് എത്ര പെട്ടെന്ന് മേടിക്കാനുള്ള ഓപ്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ പ്രോഡക്റ്റ്സ് എല്ലാം നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡിയോ അപ്ഗ്രേഡേഷന് വേണ്ടിയും അതുപോലെ പാലക്കാട് ഓൾറെഡി ഒരു സ്റ്റുഡിയോയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് വേണ്ടി നമ്മൾ മേടിച്ചതാണ്. ആളുടെ പേര് പ്രസാദ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആളോട് താങ്ക്സ് പറഞ്ഞേ പറ്റൂ. കാരണം ഈ എല്ലാം പ്രോഡക്റ്റ്സ് പുള്ളി നമുക്ക് അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി തന്നു. അതുകൊണ്ട് നമ്മുടെ എല്ലാം സൗണ്ട് ഫാമിലിക്ക് ഇത് അൺബോക്സിങ് അതുപോലെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ കിട്ടി. ഇനി നമ്മൾ ആളുടെ സ്റ്റുഡിയോയുടെ ഫുൾ ഒരു ടൂർ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എന്തൊക്കെ അവിടെ ചെയ്തേക്കുന്നത്, എങ്ങനെ നമ്മളത് സെറ്റ് ചെയ്തേക്കുന്നത്, അതിൻ്റെ ഫുൾ ടൂർ ഇനി അടുത്ത് തന്നെ വരും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് പ്രസ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻസിന് വേണ്ടി നിങ്ങൾ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി സൗണ്ട് റിലേറ്റഡ് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ